ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിലെ ഒരു ചോദ്യം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ചോദ്യം ഇതാണ്: ഇഫ് എ 10-digit number 5432y1749x is divisible by 72, then what is the value of 5x minus 4y? അതായത് 5432y 1749x എന്ന പത്തക്ക സംഖ്യയെ 72 കൊണ്ട് ഹരിക്കാമെങ്കിൽ 5x മൈനസ് 4y മൂല്യം കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം. മൊബൈൽ നമ്പർ പോലെ നീണ്ടു കിടക്കുന്ന ഒരു പത്തക്ക സംഖ്യയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സംഖ്യയെ 72 കൊണ്ട് ഹരിക്കാമെന്ന് പറയുന്നു. ആ സംഖ്യയിലെ 5ാമത്തെ ഡിജിറ്റും 10ാമത്തെ ഡിജിറ്റും നമ്മളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ആ ഡിജിറ്റുകൾ കണ്ടെത്തി ആ ഡിജിറ്റുകൾ ഉപയോഗിച്ച് 5x മൈനസ് 4y വില കണക്കാക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ആ ഡിജിറ്റിനെ നമുക്ക് എടുത്തെഴുതാം. 5432y1749x. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ പത്തക്ക സംഖ്യ. സോ 72 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ പറ്റണമെങ്കിൽ ആ സംഖ്യയെ 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റണം. സോ ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ 3 അക്കങ്ങളെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ മതി. അതായത് 49x എന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റണം. സോ ഇവിടെ എക്സിന് ഏത് വാല്യൂ വരുമ്പോഴാണ് ഈ 49xനെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. എക്സിന് 0 മുതൽ 9 വരെ ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. സോ 0 കൊടുത്താൽ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 1 കൊടുത്താലും 2, 3, 4, 5 ഇവയൊക്കെ കൊടുത്താലും പറ്റില്ല. എന്നാൽ എക്സിൻ്റെ സ്ഥാനത്ത് 6 വരുമ്പോൾ, അതായത് 496 എന്ന ഈ സംഖ്യ ആകുമ്പോൾ അതിനെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാം. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി എക്സിൻ്റെ വില എന്നത് 6 ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ അവസാനത്തെ അക്കത്തെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതായത് എക്സിൻ്റെ പുറകിലുള്ള സംഖ്യ കിട്ടി. ഇനി y എന്ന സംഖ്യ കൂടി നമുക്ക് കണ്ടുപിടിച്ചാൽ എക്സിൻ്റെയും വൈയുടെയും വില നമുക്കായി. സോ നമ്മൾ പുതിയതായി കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂ 6 എന്ന് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി വൈയുടെ വില കണ്ടുപിടിക്കലാണ് അടുത്ത ടാസ്ക്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് 9ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. എന്താണ് 9ന്റെ ഡിവിസിബിലിറ്റി റൂള്? ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിലെ അക്കങ്ങളെല്ലാം തമ്മിൽ കൂട്ടി അതിനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റണം. സോ ഇവിടെ നമ്മുടെ സംഖ്യയിലെ അക്കങ്ങളെല്ലാം നമുക്ക് നിരത്തി എഴുതി കൂട്ടാം. 5 + 4 + 3 + 2. വൈയുടെ വില നമുക്കറിയില്ല, y അതേപോലെ കീപ്പ് ചെയ്യുന്നു. 1 + 7 + 4 + 9 + 6 ഹോൾ ഡിവൈഡഡ് ബൈ 9. അതായത് 41 + y ഡിവൈഡഡ് ബൈ 9. സോ 41നെ ഏത് സംഖ്യ കൊണ്ട് ആഡ് ചെയ്താലാണ് അതിനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുക? ഇവിടെ വൈക്ക് ഒരൊറ്റ വില മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആ വില എന്ന് പറയുന്നത് 4 ആണ്. സോ കാരണം എന്താണ്? 45നെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. സോ നമുക്ക് കിട്ടി വൈയുടെ വില 4 എന്നും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5x മൈനസ് 4y വില എന്താണെന്നാണ്. ഇവിടെ ഓൾറെഡി എക്സിൻ്റെ വില 6 എന്നും വൈയുടെ വില 4 എന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ സ്ഥാനത്ത് 6ഉം വൈയുടെ സ്ഥാനത്ത് 4ഉം കൊടുക്കുന്നു. സോ 30 - 16 നമുക്ക് കിട്ടുന്നു 14 എന്ന ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.